പോൾ ജോർജ് എന്നോട് കാട്ടാളന്റെ കഥ പറഞ്ഞു. ഇത് ഒരു സെലിബ്രേഷൻ അപ്പുറം കാട്ടാളന്റെ ആ കാട്ടാളൻ എന്ന ചിത്രത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്, നമ്മുടെ എല്ലാവരുടെയും പ്രതിജ്ഞയാണ്. പ്രേക്ഷകരെ ആത്മാർത്ഥതയോടെ പ്രതിബദ്ധതയോടെ രസിപ്പിക്കും എന്ന പ്രതിജ്ഞയാണ് ഈ ചടങ്ങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് നമ്മളെല്ലാവരും എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ അത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു പ്രോജക്റ്റ്. ഓരോ പ്രോജക്റ്റും അതിന്റെ സീരിയസ്നെസ്സോട് കൂടി പ്രേക്ഷകർ അവൻ കാശ് മുടക്കി കാണുമ്പോൾ അതിന്റെ ഓരോ എലിമെന്റിനും അതിൻ്റെതായിട്ടുള്ള സിൻസിയറിറ്റി, ടെക്നീഷ്യൻസിന്റെ ഭാഗത്തു നിന്നും ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും പ്രൊഡ്യൂസറിന്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ആ ബേസിക് സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോജക്റ്റ് വിജയിക്കൂ. ഇനി പേഴ്സണലായിട്ട് ഒരു കാര്യം കൂടി പറയാം. എല്ലാവരും എന്നോട് ചോദിക്കും, എൻ്റെ സ്ക്രീൻ ലൈഫിലെ റീലിലെ ഏത് ക്യാരക്ടറുമായിട്ടാണ് എൻ്റെ വ്യക്തിപരമായ സ്വഭാവം ചേർന്നിരിക്കുന്നത്. ചിലര് പറയും ഞാൻ ഹരിഹർ നഗറിലെ അപ്പുകുട്ടനെ പോലെയാണ്, ഇന്നസെന്റ് ആയിട്ടുള്ള മണ്ടത്തരമുള്ള ആളാണ്. ചിലര് പറയും അല്ല, മാർക്കോയിലെ ടോണി ഐസക്കിനെ പോലെയാണ്, അയാൾ ഷ്രൂഡാണ്, വളരെ ക്രൂവലാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇന്ന് ഞാനൊരു രഹസ്യം പോളിന്റെ അനുവാദത്തോടെ ഞാൻ ഇവിടെ പറയുകയാണ്. കാട്ടാളനിലെ അലിയെ പോലെ ആയിരിക്കും ഞാൻ.